എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയ പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. ഒരു സബ്വൂഫർ ഫിൽറ്റർ, സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു സബ്വൂഫർ ഫിൽറ്ററുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. DtecH ഓഡിയോസിൻ്റെ സബ്വൂഫർ ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് DtecH ഓഡിയോസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് അവരുടെ സൈഡിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഒരു വാട്സപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാറ്റലോഗിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണുന്നതാണ്. 140 രൂപയാണ് നിലവിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും കൺഫേം ആയിട്ട് പ്രൈസ് പറയാൻ പറ്റില്ല. കാരണം ഇലക്ട്രോണിക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആഴ്ചയിൽ മാറിക്കൊണ്ടിരിക്കാം, കൂടാൻ കുറയാം. ചിലപ്പോൾ പ്രൊഡക്റ്റ് തന്നെ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് പറയാത്തത്. അപ്പോൾ നിലവിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ 140 രൂപയാണ് അവരുടെ സൈഡിൽ നിന്നുള്ള പ്രൈസ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൊറിയറായിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും. സേഫായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പ്രൊഡക്റ്റ് ഇവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് സേഫായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഗെയിൻ കൺട്രോളും അതേപോലെ തന്നെ അതിൻ്റെ വോളിയം കൺട്രോളുമാണ് വരുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ പവർ സപ്ലൈ ഇവിടെയാണ്. DC സപ്ലൈ നമ്മളിവിടെ കൊടുക്കുന്നത് 12 വോൾട്ട് DC സപ്ലൈ ഇൻപുട്ട് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മുടെ സബ് ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് കിട്ടും. ഇൻപുട്ട് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻപുട്ട് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഗെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പ്രീസെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പ്രീസെറ്റ് ഒഴിവാക്കിയിട്ട് വോളിയം കൺട്രോൾ ഇട്ടിട്ട് ഫ്രണ്ട് പാനലിൽ പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബോക്സ് ടൈപ്പ് കൺട്രോളർ നമ്മുടെ സബ്വൂഫറിൻ്റെ കൺട്രോളിങ്ങിന് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കിപ്പം എന്തിനാണ് ഈ ഒരു ബോർഡ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ബോർഡ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ IC നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് DtecH ഓഡിയോസിൻ്റെ ബ്രാൻഡിങ്ങും കാണാൻ കഴിയുന്നതായിരിക്കും. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് നോക്കി നടക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.